ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. 7-ാം അധ്യായം 10-ാം വാക്യം. യഹോവ മോശയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വച്ചിരിക്കുന്നു. യഹോവ യോശുവയോട് പറയുകയാണ്. യോശുവ ജനത്തെ നയിച്ചുകൊണ്ട് പോകുന്ന ജനത്തിൻ്റെ നേതാവാണ്. ജനത്തെ നയിച്ചുകൊണ്ട് പോകുന്ന ജനത്തിൻ്റെ ഇടയനാണ്. ജനത്തെ നടത്തിക്കൊണ്ട് പോകുന്ന ജനത്തിൻ്റെ നായകനാണ്. യോശുവ അനുഗ്രഹീതനായ ശ്രേഷ്ഠനായ ഒരു ദൈവ മനുഷ്യനാണ്, ദൈവ പുരുഷനാണ്. യോശുവയുടെ ദൈവം പറയുകയാണ്, നീ എന്തിനിങ്ങനെ കരയുന്നു? വെറുതെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. നീ എന്തിനിങ്ങനെ നിലവിളിക്കുന്നു? സാഷ്ടാംഗം വീണ് കിടക്കുന്നു. നീ ഉപവാസം എടുക്കുന്നു. നീ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. മോനെ, ഇതുകൊണ്ടൊന്നും കാര്യമായില്ല. ഇതുകൊണ്ടൊന്നും പ്രശ്നം മാറുകയില്ല. പരാജയം തീരുകയില്ല. ഈ പരാജയത്തിന് അതിൻ്റെ മൂലകാരണം നീ കണ്ടെത്തണം. പരാജയത്തിൻ്റെ മൂലകാരണം നീ കണ്ടെത്തണം. പരാജയത്തിൻ്റെ ആ കേട് വരുന്നതിന് തക്കതായ കാരണമുണ്ട്. കാരണം കണ്ടെത്തിയത് മാറ്റണം. പാപം വന്നിരിക്കുന്നു. ജനം പാപം ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. യോശുവയ്ക്ക് വേണമെങ്കിൽ പറയാം, കർത്താവേ, ഞാൻ പാപം ചെയ്തില്ലല്ലോ, ഞാൻ ഒരു പാപവും ചെയ്തതായി എനിക്ക് ഓർമ്മയില്ലല്ലോ. പക്ഷേ ദൈവം ജനത്തിൻ്റെ പാപത്തിൻ്റെ ഉത്തരവാദിത്വം ജനനായകനിൽ ആരോപിക്കുകയാണ്. ജനനായകനത് നോക്കേണ്ടതാണ്. ജനനായകൻ, ജനത്തെ നയിക്കുന്നവൻ അക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ജനത്തിന് വരുന്നതായ പാപം ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. അവിടെ അയവ് കാണിക്കാൻ പാടില്ല. അവിടെ അയവ് കാണിച്ചാൽ നാശം സമൂഹത്തിനാണ് വരുന്നത്. അവിടെ ജനത്തെ നയിക്കുന്ന ദൈവപുരുഷൻ ഏതെങ്കിലും തരത്തിൽ അയവ് കാണിക്കുകയോ അല്പം അലസത കാണിക്കുകയോ ചെയ്തു പോയാൽ അതിൻ്റെ നാശം എല്ലാവർക്കുമാണ് വരുന്നത്. യോശുവയുടെ ദൈവം പറഞ്ഞു, നീ ഇങ്ങനെ വീണ് കിടക്കുന്ന എന്തിന്? ഇന്ന് അനേകം ആളുകൾ കരയുന്നുണ്ട്, തീർത്ഥയാത്രകൾ നടത്തുന്നുണ്ട്, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട്, വിശുദ്ധ നാടുകൾ സന്ദർശിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അനേകരെ പ്രാർത്ഥിക്കുന്നുണ്ട്, നമസ്കാരങ്ങൾ ചൊല്ലുന്നുണ്ട്, പ്രാർത്ഥനകൾ ഉരുവിടുന്നുണ്ട്. വളരെ ഹൃദ്യമായ പ്രമേയോനുകൾ, വളരെ മനോഹരമായ കീർത്തനങ്ങൾ, വളരെ സുന്ദരമായ ഗാനങ്ങൾ, മധുരതരമായ വളരെ ഹൃദ്യമായ ആസ്വാദ്യമായ ഗാനങ്ങൾ, ഇതെല്ലാം കീർത്തനങ്ങളായും ഗീതങ്ങളായും ഉരുവിടുന്നുണ്ട്, പാടുന്നുണ്ട്, കീർത്തനങ്ങൾ ആലപിക്കുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഉപവാസങ്ങളെടുക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, ഉച്ചവരെയും ആഹാരം കഴിക്കാതിരുന്നിട്ട് 40 മുമ്പിട്ട് നമസ്കരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതെല്ലാം തെറ്റാണെന്നല്ല, ഇതൊന്നും മാറ്റണ്ട, ഇതെല്ലാം നിവർത്തിച്ചുകൊള്ളൂ. പക്ഷേ വേണ്ടതൊരു കാര്യമുണ്ട്. നിൻ്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം മാറ്റാതെ ജയം കിട്ടുകയില്ല. ശാപം മാറ്റണം. നിൻ്റെ ജീവിതത്തിൽ ശാപമുണ്ട്, നിൻ്റെ ജീവിതത്തിൽ പാപമുണ്ട്. യോശുവയോട് ദൈവം പറയുകയാണ്, നീ ഇങ്ങനെ വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ദൈവം വ്യക്തമായി പറഞ്ഞു കൊടുത്തു, ജനം പാപം ചെയ്തിരിക്കുന്നു. നീ വീണ് കിടന്നിട്ടൊന്നും കാര്യം മാറുകയില്ല. നീ ജനത്തെ ശുദ്ധീകരിക്കണം. പാപം എവിടെയുണ്ടോ അത് തിരുത്തിയേ പറ്റൂ. പാപം എവിടെയുണ്ടോ അതിനെ ഉച്ചാടനം ചെയ്തേ പറ്റൂ. പാപം എവിടെയുണ്ടോ അതിനെ മാറ്റിക്കളഞ്ഞേ പറ്റൂ. പാപത്തെ നീക്കിക്കളയുക. ഇസ്രായേലിൻ്റെ നടുവിൽ പാപമുണ്ട്, തന്മൂലം ശാപം വന്നിരിക്കുന്നു. ഇസ്രായേലിൻ്റെ നടുവിലൊരു ശാപമുണ്ട്. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ, അനേകം കുടുംബങ്ങൾ മുടിഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അനേകം കുടുംബങ്ങൾ ക്ഷയിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? അനേകം തറവാടുകൾ മുടിയുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാലത്ത് നല്ല അഭിവൃദ്ധി ഉണ്ടായിരുന്ന കുടുംബങ്ങൾ ഇടിയുന്നത് എന്തുകൊണ്ടാണ്? വളരെ നല്ല സൗഭാഗ്യത്തോടെ ജീവിച്ചിരുന്ന അനേകം വ്യക്തികളുടെ ജീവിതം നൈരാശ്യത്തിൽ ആണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? നാം ചിന്തിക്കാതിരിക്കരുത്, നാം അറിയാതിരിക്കരുത്. പാപം വന്നിരിക്കുന്നു, ശാപം വന്നിരിക്കുന്നു, കുടുംബം കലങ്ങുന്നു, കുടുംബം തകർന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളും മക്കളും ഐക്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരും 5 വിധത്തിലാണ് ചിന്തിക്കുന്നത്. 5 പേരും 5 ലോകത്താണ് ജീവിക്കുന്നത്. ഒരു വീട്ടിലാണ് ജീവിക്കുന്നത്, ഒരുപക്ഷെ ഒരു മേശയിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ 5 പേരും 5 ലോകത്ത് ജീവിക്കുന്നു. അവരുടേതായ ഒരു ലോകത്തിൽ ഒതുങ്ങിക്കൂടി കഴിയുകയാണ്. മറ്റുള്ളവരുടെ കാര്യം പ്രശ്നമല്ല, മറ്റാരുടെയും കാര്യം ചിന്താവിഷയമല്ല. ആ വീട്ടിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷം, ആ വീട്ടിലാകെ ഒരു മ്ലാനത, വീടാകെ മ്ലാനമായിരിക്കുന്നു, ആകെ വാടിയിരിക്കുന്നു, മൂടിയിരിക്കുന്നു, ആകെ തകർന്നിരിക്കുന്നു, ആകെ ശൂന്യമായിരിക്കുന്നു.
ഒരു സ്വസ്ഥതയുമില്ല, ഒരു സമാധാനവുമില്ല. മാറി മാറി രോഗങ്ങൾ, മാറി മാറിയ ആപത്തുകൾ, മാറി മാറിയ അത്യാഹിതങ്ങൾ, മേൽക്കുമേൽ അനർത്ഥങ്ങൾ, എല്ലാം പ്രതിസന്ധി. ഒരിടത്തും ഒരു കരയറ്റം കിട്ടുന്നില്ല. വലയുന്നവരില്ലേ ഈ വാക്കുകൾ കേൾക്കുന്നവരിൽ? ഈ വാക്ക് കേൾക്കുന്നവരിൽ ദുരിതപ്പെട്ട് വലയുന്നവരില്ലേ? കഷ്ടതയിൽ ഉലയുന്നവരില്ലേ? ജീവിതം തകർന്നു പോയവരില്ലേ? സ്നേഹിത, നിനക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം സ്വർഗത്തിലെ ദൈവം നിർദ്ദേശിച്ചു തന്നിരിക്കുന്നു. നിനക്ക് രക്ഷപ്പെടാം. പാപം മാറ്റുക. ഇസ്രായേലിൽ നടുവിലൊരു ശാപമുണ്ട്. ശാപത്തിന് കാരണം ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. വീണ് കിടന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. നോമ്പ് നോക്കി ഉപവാസം എടുത്തു, വേണമെങ്കിൽ പ്രത്യേകതരം നേർച്ചകൾ നടത്തി. ഇതുകൊണ്ടൊന്നും പ്രിയപ്പെട്ടവരെ നിൻ്റെ പാപം മാറുകയില്ല. പാപം മാറ്റണം. പാപം മാറ്റിയേ പറ്റൂ. നോമ്പ് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, ഉപവാസം വേണ്ട എന്നല്ല പറഞ്ഞത്. പ്രാർത്ഥനയാൽ ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നതല്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നോമ്പോ പ്രാർത്ഥനയോ ഉപവാസമോ അതൊന്നും വേണ്ട എന്ന് പറയില്ല, പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഓർക്കൂ, ചില ചടങ്ങുകൾ ആചരിച്ച് രക്ഷപ്പെടാമെന്ന് ആരും കരുതണ്ട. ചില ആചാരങ്ങളോ ചില അനുഷ്ഠാനങ്ങളുമായി രക്ഷപ്പെടാമെന്ന് വ്യാമോഹിക്കരുത് സ്നേഹിതരെ. എന്നാൽ സജീവമായ ചില ആത്മീയ അനുഭവങ്ങൾ നിങ്ങൾ നേടിയെടുക്കണം. ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ ഒതുങ്ങിക്കിടക്കുന്ന ചില പാപങ്ങളെ പുറത്തെടുത്ത് എറിഞ്ഞു കളയണം. ഹൃദയത്തിൽ ഒതുങ്ങിക്കിടക്കുന്ന ചില പാപങ്ങളുണ്ട്, നിഗൂഢമായ ചില പാപങ്ങളുണ്ട്, ചില രഹസ്യ പാപങ്ങളുണ്ട്, ചില നിഗൂഢ ഉദ്ദേശങ്ങളുണ്ട്, ചില ഈവിൾ മോട്ടീവ്സ് ഉണ്ട്, തിന്മയുടെ ഉദ്ദേശങ്ങളുണ്ട്, തിന്മയുടെ ലാക്കുകളുണ്ട്. എല്ലാം എറിഞ്ഞു കളയുക, എല്ലാം പെറുക്കിയെടുത്ത് എറിഞ്ഞു കളയുക. പാപം മാറ്റുക. ദൈവത്തിന് സ്തോത്രം. പാപം മാറ്റിയാൽ ശാപം മാറും. ശാപം മാറിയാൽ അനുഗ്രഹം വരും. ശാപം മാറിയാൽ കൃപ വരും. ശാപം മാറിയാൽ ദൈവം വരും. ശാപം മാറിയാൽ അഭിവൃദ്ധി വരും. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലേ, നിന്റെ നടുവിലൊരു ശാപമുണ്ട്. 12 വാക്യം വായിക്കാം. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. കാരണം അതാണ് തോൽവിയടയാൻ കാരണം. ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. തോൽവി അടഞ്ഞുപോയി. ശത്രുക്കളുടെ മുമ്പിൽ തോറ്റോടേണ്ടി വന്നു. ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ശത്രുക്കളുടെ മുമ്പിൽ തോറ്റോടേണ്ടി വന്നു. ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. പിന്നെ ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല. ദൈവം പറയുകയാണ്, ശാപം നീക്കാതെ ഞാൻ നിങ്ങളുടെ മധ്യത്തിലേക്ക് വരികയില്ല. ശാപം നിങ്ങളിൽ നിന്ന് മാറ്റാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക. യോശുവയോട് ദൈവം പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യാം, ഈ ജനത്തെ നീ ശുദ്ധീകരിക്കുക. നീ എഴുന്നേൽക്ക്. നീ വെറുതെ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല. നീ ഇപ്പോൾ പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇപ്പോൾ നീ പ്രവർത്തിക്കേണ്ട ഏറ്റവും ഗൗരവമേറിയ സന്ദർഭമാണ്. നീ എഴുന്നേൽക്ക്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നീ എഴുന്നേൽക്ക്. ഇന്ന് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, എഴുന്നേൽക്ക്. മോനെ, നീ എഴുന്നേൽക്ക്. മോളെ, നീ എഴുന്നേൽക്ക്. നീ തളർന്നിരിക്കേണ്ട, നീ വാടിയിരിക്കേണ്ട, നീ മ്ലാനവതനായിരിക്കേണ്ട. നീ എഴുന്നേൽക്ക്. എന്തിന്? എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്ക്. എഴുന്നേറ്റ് ശുദ്ധീകരിക്ക്. ശുദ്ധീകരിക്കാൻ എഴുന്നേൽക്കുക. ശുദ്ധീകരണത്തിന് വേണ്ടി എഴുന്നേൽക്കുക. നിൻ്റെ ജീവിതത്തിൽ നീ വീണ് കിടന്ന് കരഞ്ഞതുകൊണ്ടോ ഏറെ നേരം പ്രാർത്ഥനകൾ ചൊല്ലിയതുകൊണ്ടോ പ്രശ്നം മാറുകയില്ല. പ്രാർത്ഥന വേണ്ട എന്നല്ല. കുറേ നേരം പ്രാർത്ഥനകൾ ഉരുവിട്ടതുകൊണ്ടോ ദീർഘനേരം പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നത് കൊണ്ടോ, സ്നേഹിതരെ ക്ഷമിക്കണം, സുറിയാനിയിലോ മലയാളത്തിലോ ചൊല്ലിയതുകൊണ്ടോ ഒന്നും നിൻ്റെ പ്രശ്നം മാറുകയില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാനും അല്പസ്വല്പം സുറിയാനി പഠിച്ചതാണ്. എനിക്കും അറിയാം സുറിയാനി ഗീതങ്ങൾ. ഞാൻ സുറിയാനി ഗീതങ്ങളുടെ അർത്ഥം പഠിച്ചതാണ്. സുറിയാനി ഗീതങ്ങൾ പാടാൻ പഠിച്ചതാണ്. സുറിയാനി ഭാഷ നോക്കി വായിക്കാൻ പഠിച്ചതാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി, അതിൽ തെറ്റൊന്നുമില്ല. ഞാനതിൽ ആനന്ദിക്കുന്നു, അതിൻ്റെ മാധുര്യം ഞാൻ ആസ്വദിക്കുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയത് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യതാരം ഉദിച്ച സുദിനമാണ്. യേശുക്രിസ്തുവിനെ കണ്ടെത്തി. എൻ്റെ ചടങ്ങുകൾ കൊണ്ട് യേശു പ്രസാദിക്കുകയില്ല എന്ന് മനസ്സിലായി. വെറും ചടങ്ങുകൾ മാത്രം പോരാ, ചടങ്ങുകളുടെ പിന്നിലുള്ള ആശയത്തിൻ്റെ ഗരിമയിലേക്ക് ഇറങ്ങണമെന്ന് എനിക്ക് മനസ്സിലായി. ആശയത്തിൻ്റെ ലോകത്തിലേക്ക് ഇറങ്ങണമെന്ന് മനസ്സിലായി. ആശയത്തിൻ്റെ സമൃദ്ധി എന്തായെന്ന് അനുഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് ഈ പ്രാർത്ഥനകൾ? പ്രാർത്ഥനകൾ ചൊല്ലുന്നത് എന്താണ്? ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന ഉരുവിടുന്നത് എന്താണ്? നമ്മുടെ ഗീതങ്ങളുടെ അർത്ഥം എന്താണ്? ഇതെല്ലാം പഠിക്കണമെന്നും അതെല്ലാം പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അതെല്ലാം അനേകർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായി. ദൈവം കൃപ ചെയ്ത് എനിക്ക് മനസ്സിലായത് അനേകർക്ക് പകർന്നു കൊടുക്കാൻ യത്നിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥനകൾ എന്താണ്? പ്രമിയോനുകൾ എന്താണ്? പ്രമിയോനുകളുടെ അർത്ഥം എന്താണ്? ദൈവത്തിന് സ്തോത്രം. പെസഹ വ്യാഴാഴ്ച മധ്യാഹ്ന നമസ്കാരത്തിലെ ഒരു പ്രമിയോൻ മഗ്ദല മറിയാമിനെക്കുറിച്ചുള്ള പ്രമിയോനാണ്. അത് വായിച്ച് ഞാൻ കുറേ നേരം തരിച്ചിരുന്നു പോയി.
എൻ്റെ ദൈവമേ, പിതാക്കന്മാരുടെ വിശ്വാസം എത്രയോ ശ്രേഷ്ഠം. പിതാക്കന്മാർ പ്രമേയോനികൾ എഴുതി വെച്ചതായ ഓരോ ധ്യാനങ്ങളും എത്രമാത്രം അർത്ഥപുഷ്ടിയുള്ളത്, എത്രമാത്രം ആശയ ഗരിമയുള്ളത്, ആശയ ഗാംഭീര്യമുള്ളത്, അത് എത്രമാത്രം അനുതാപ സമ്പൂർണ്ണമായത്, അനുതാപം ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്, എത്രയോ അനുഗ്രഹീതമായ പ്രാർത്ഥനകൾ, എത്രയോ അനുഗ്രഹീതമായ കീർത്തനങ്ങൾ, എത്രയോ അനുഗ്രഹീതമായ പ്രമേയോനുകൾ, സദറകൾ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ചില ചടങ്ങുകൾ കൊണ്ട് കാര്യമാകുകയില്ല. പാപം മാറണം, പാപം എടുത്ത് മാറ്റണം. നിങ്ങളൊന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ പാപം നിങ്ങൾ വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ജീവിതത്തിലെ പാപങ്ങൾ, മറച്ചു വെച്ച പാപങ്ങളുണ്ട്, ഒളിച്ചു വെച്ച പാപങ്ങളുണ്ട്. ആഖാൻ എന്ന് പറയുന്ന ഒരാളാണ് പാപം ചെയ്തത്. പക്ഷേ പാപത്തിൻ്റെ ഫലം ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ മുഴുവൻ്റെ മേലും വന്നു. ഒരാളെ പാപം ചെയ്തുള്ളൂ. ആഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അവൻ ചെയ്ത പാപം ഇസ്രായേൽ ജനത്തിനെല്ലാം നാശം വരുന്നതിന്, പരാജയം വരുന്നതിന് കാരണമായി തീർന്നു. ഒരാളുടെ പാപം, ആഖാൻ്റെ പാപം എന്താണ്? അത് ഒളിഞ്ഞിരിക്കുകയാണ്, ആർക്കറിയാൻ പാടില്ല. ഒളിഞ്ഞിരിക്കുന്ന പാപമാണ്, മറഞ്ഞിരിക്കുന്ന പാപമാണ്. അനേകരുടെ പാപം ഇന്ന് ഒളിഞ്ഞിരിക്കുകയാണ്. പാപം പുറത്ത് കാണുന്നില്ല. ആര് കാണാൻ? ദൈവവും കണ്ടില്ലെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. ദൈവം ഒന്നും കണ്ടില്ല. വേദസ്ഥലങ്ങളിൽ വാക്യമുണ്ട്, ദൈവം അറിയുന്നു, അത്യുന്നതിന് അറിവുണ്ടോ എന്നാ പറയും. അത്യുന്നതിന് അറിവുണ്ടോ എന്നവർ പറയുന്നു. ദൈവം ഒന്നും കണ്ടില്ല, ഒന്നും കാണുകയുമില്ല. ഇതൊക്കെ പിന്നെ ഈ മനുഷ്യർ ചിലരൊക്കെ കണ്ടാൽ മോശം. ദൈവമൊന്നും സാരം, ദൈവത്തെയൊക്കെ പറഞ്ഞ് നിർത്താം. ദൈവത്തെയൊക്കെ അതൊന്നും പേടിക്കാനില്ല. പല ആത്മീയരും ചിന്തിക്കുന്ന അങ്ങനെയാണ്. ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കും. പക്ഷേ ഈ ചില മനുഷ്യരുണ്ട്, അവരാ പ്രശ്നം. ചില ആത്മീയ കൂട്ടായ്മക്കാരുണ്ട്, അവരാ പ്രശ്നം. അവരാ ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അവരൊന്നും ഇല്ലെങ്കിൽ സുഖമായിട്ട് ജീവിക്കാം. ദൈവത്തിൻ്റെ അടുക്കൽ അതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. സ്നേഹിതരെ ക്ഷമിക്കണേ, ഞാൻ പറഞ്ഞത് അല്പം ഹാസ്യാത്മകമായി പോയോ? ഇന്ന് അനേകം പേരും ദൈവഭയമില്ലാത്തവരായി ജീവിക്കുന്നു. ഒരു ദൈവം കാണുന്നുണ്ട്, മനുഷ്യനറിഞ്ഞില്ല, മനുഷ്യരറിഞ്ഞില്ല, സമൂഹത്തിലുള്ളവരറിഞ്ഞില്ല. പക്ഷേ എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്, എല്ലാം കാണുന്നൊരു ദൈവം. ദൈവഭയമുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് 4-ാം സങ്കീർത്തനത്തിൽ ദാവീദിരുന്ന് ഏങ്ങലടിച്ച് പറയുന്നത്, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. സ്റ്റാൻഡ് ഇൻ ഓ ആൻഡ് സിൻ നോട്ട്. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ദാവീദ് നടുങ്ങിപ്പോവുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ പാപത്തെ ഓർത്ത് ദാവീദ് നടുങ്ങുകയാണ്. ആരും അറിഞ്ഞില്ല. പാപം ദാവീദിന് വന്ന കാര്യം ആരും അറിഞ്ഞില്ല. ഒരാൾ, ഒരു ഭടൻ കൊല്ലപ്പെട്ടു, യുദ്ധത്തിലാണ് കൊല്ലപ്പെട്ടത്. ഊരിയാവ് കൊല്ലപ്പെട്ടു. അതിന് ദാവീദ് എന്താ തെറ്റ് ചെയ്തത്? ഊരിയാവ് മരിച്ചപ്പോൾ ഊരിയാവിൻ്റെ ഭാര്യയെ ദാവീദ് ഭാര്യയായിട്ട് എടുത്തു. ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയെ ഭാര്യയായിട്ട് എടുക്കുന്നതിന് എന്താ തെറ്റ്? ലോകം നോക്കുമ്പോൾ ദാവീദിൽ തെറ്റ് കാണുകയില്ല. പക്ഷേ സ്വർഗം നോക്കിയപ്പോൾ, സ്വർഗത്തിലെ ദൈവം നോക്കിയപ്പോൾ അതിൻ്റെ പിന്നിലുള്ള മോട്ടീവ് ദൈവം കണ്ടു. ദാവീദ് വാസ്തവത്തിൽ വാളെടുത്തില്ല. ദാവീദ്, ഊരിയാവ് മരിക്കുന്നിടത്ത് ദാവീദ് നിൽക്കുന്നില്ല, അവിടെ പ്രദേശത്തില്ല. ദാവീദ് കൊട്ടാരത്തിൽ കഴിയുകയാണ്. യുദ്ധഭൂമിയിലാണ് ഊരിയാവ് മരിച്ചു പോയത്, വെട്ടേറ്റ് മരിച്ചത്. ശത്രുക്കളുടെ വെട്ടേറ്റാണ് മരിച്ചത്. പക്ഷേ ദൈവം അഗാധങ്ങൾ കാണുന്നു, നിഗൂഢ ഉദ്ദേശങ്ങൾ ദൈവം കാണുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് വെച്ച കണി മൂലമാണ് ഊരിയാവ് വധിക്കപ്പെട്ടത് എന്ന് ദൈവം അറിയുന്നു. മനുഷ്യരറിഞ്ഞില്ല, മനുഷ്യരറിഞ്ഞില്ല, ദൈവം അറിയുന്നു. സഹോദരങ്ങളെ, മറഞ്ഞിരിക്കുകയാണ്, പാപം മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആ പാപം ദൈവം കണ്ടു എന്ന് ദാവീദ് മനസ്സിലായി. ദാവീദ് ഇരുന്ന് കരയുകയാണ്. ദാവീദ് ഓർത്തു, എൻ്റെ ദൈവമേ, എൻ്റെ പാപം ക്ഷമിച്ചു തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതല്ലേ. എന്നിട്ട് എന്താണ് കർത്താവേ, ഇപ്പോൾ എൻ്റെ മോൻ എൻ്റെ ശത്രുവായി എൻ്റെ പിന്നാലെ ഓടി വരുന്നത്. സൈന്യ സന്നാഹത്തോടെ എന്നെ പിടികൂടാൻ, എന്നെ കൊല്ലാൻ എൻ്റെ മോൻ വരുന്നു സൈന്യത്തോടു കൂടെ. എൻ്റെ കർത്താവേ, അബ്ശാലോം കുമാരൻ പിന്നാലെ വരുന്നു. ദാവീദ് ഓടി, കൊട്ടാരം വിട്ട് ഓടി. കൊട്ടാരം വിട്ട് ഓടി ദാവീദ് അലഞ്ഞു. ദാവീദിൻ്റെ കൂടെ കുറച്ച് ആളുകളുമുണ്ട്. ഒരു കുന്ന് കയറി. കുന്നിൻ്റെ അപ്പുറം കയറിയാൽ പിന്നെ അബ്ശാലോം കുമാരൻ്റെ സൈന്യം, മോൻ്റെ സൈന്യം വന്ന് പിടികൂടുകയില്ല, ഒളിക്കാം. കുന്ന് കയറി തളർന്നു. അപ്പുറത്തേക്കുള്ള ഇറക്കത്തിൽ ചെന്നപ്പോൾ ആളുകൾ പറഞ്ഞു, രാജാവേ, ഒരു കാര്യം ചെയ്യാം. ദാവീദ് രാജാവ്, ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു ഗുഹയുണ്ട്, ഈ ഗുഹയ്ക്ക് കിടന്നുറങ്ങാം, ഈ ഗുഹയിൽ കിടന്നുറങ്ങാം. എത്ര നേരം എങ്ങനെ ഓടുന്നത്? അല്ല, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. ദാവീദ് ഓർത്തു, ശരിയാ, എന്ത് ഓടാൻ കഴിവില്ല, കെൽപ്പില്ല, ഗുഹയ്ക്കകത്ത് കിടക്കാം. ഗുഹയ്ക്കകത്ത് കിടന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ചരൽ കല്ലുകളും എല്ലാം കിടപ്പുണ്ട്, കുറേ കരിയിലൊക്കെ കിടപ്പുണ്ട്. കരിയിലെല്ലാം വരണ്ട് കൂട്ടി ഒരു അല്പം ചരൽ കല്ലുകളുടെ മീതെ ഈ കരിയിലൊക്കെ നിരത്തിയിട്ട് ദാവീദ് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഇന്ന് രാത്രി ഈ അബ്ശാലോം കുമാരൻ്റെ സൈന്യം വന്ന് കൊല്ലും, ചിലപ്പോൾ കൊന്നേക്കും. ദാവീദിന് അറിയാം, കാരണം അവർ തേടി നടക്കുകയല്ലേ. അപ്പനെ കൊല്ലാൻ മോൻ നടക്കുന്നത്, പാപം വേട്ടയാടുകയാണ്, പാപം വേട്ടയാടുകയാണ്. മോൻ അപ്പൻ്റെ ശത്രുവായി തീർന്നിരിക്കുന്നു. എന്തുണ്ടായി? ദാവീദ് ഉറങ്ങാൻ കിടന്നപ്പോൾ ഉറക്കം വരുന്നില്ല, നെടുവീർപ്പ്.
എന്നാലും വേണ്ടായിരുന്നു. ഞാൻ എന്തിനാ ആ ഊരിയാവിനെ കൊലയ്ക്ക് കൊടുത്തേ? കണ്ടോ, എൻ്റെ പിന്നാലെ എന്നെ കൊല്ലാൻ ആൾ വരുന്നു. ഞാൻ എന്തിനാ മണ്ടത്തരത്തിന് പോയേ? ആ സ്ത്രീയെ ഞാൻ നോക്കി നിന്ന് എന്തിനാണ്? ആ ഊരിയാവിൻ്റെ ഭാര്യയെ ഞാൻ മോഹത്തോടെ നോക്കിയത് എന്തിനാണ്? എനിക്കെന്താ അങ്ങനെ വന്നത്? ഞാൻ എന്തിനാ ഊരിയാവിൻ്റെ ഭാര്യയെ ഞാൻ അവളുടെ സൗന്ദര്യത്തിൽ മോഹിച്ചു പോയത്? എന്തിനാ എനിക്ക് ഈ അബദ്ധം പറ്റി? എന്താ എനിക്കങ്ങനെ വന്നത്? ദാവീദിരുന്ന് ഏങ്ങലടിക്കുകയാണ്. ദാവീദ് ഏങ്ങലടിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 4-ാം സങ്കീർത്തനം. 4-ാം സങ്കീർത്തനം വായിച്ചാൽ കാണാം. അബ്ശാലോം കുമാരനെ ഭയന്ന്, സ്വന്തം മകനെ ഭയന്ന് പേടിച്ചോടുന്ന, മരണഭീതിയോടെ ഓടുന്ന അപ്പൻ്റെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിലാണ് 4-ാം സങ്കീർത്തനം. ദാവീദിൻ്റെ കരച്ചിലാണ്. 4-ാം സങ്കീർത്തനം ദാവീദ് പറയുകയാണ്, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നെടുവീർപ്പോടെ പറയുകയാണ്, കഷ്ടം, പാവം വന്നുപോയില്ലേ, നടുങ്ങുവീൻ. സ്റ്റാൻഡ് ഇൻ ഓ ആൻഡ് സിൻ നോട്ട്. ഭയത്തോടും വിറയലോടും കൂടി നിൽപ്പീൻ, പാപം ചെയ്യരുത്. തന്നോട് തന്നെ പറയുകയാണ്, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. ഒരക്ഷരം പറയാനില്ല കർത്താവേ, എനിക്കൊന്നും പറയാനില്ല, ഞാൻ മൗനമായിരിക്കുന്നു. എൻ്റെ കർത്താവേ, തെറ്റുകൾ പറ്റിപ്പോയി. ദാവീദ് ഏങ്ങലടിച്ച് കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നിട്ട് പാപത്തെ ഓർത്ത് അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ധൈര്യം കിട്ടി. അതാണ് എന്താ പറഞ്ഞത്? ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദാവീദിന് ഒരു സമാധാനം കിട്ടി. പാവം ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ, പാവം ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ എന്നാണ് സങ്കീർത്തനം തുടങ്ങുന്നത്. 4-ാം സങ്കീർത്തനം. എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ദാവീദ് കരയുകയാണ്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ സന്തോഷമുണ്ട് ചിലർക്ക്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അതിനേക്കാളും വലിയ സന്തോഷം, യേശു എൻ്റെ പാപം ക്ഷമിച്ചു തന്നു. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ എളിമയോടെ ചോദിക്കട്ടെ, പാപം ക്ഷമിച്ച് കിട്ടിയോ? നിങ്ങൾക്ക് വന്നുപോയ പാപങ്ങളെല്ലാം കഴുകി കിട്ടിയോ? പാപങ്ങളെ എണ്ണി ഓർത്ത് അനുഭവിച്ചുവോ? പാപങ്ങളെ ഓരോന്നോർത്ത് അനുതാപത്തോടെ തകർന്ന ഹൃദയം വേദനിച്ചുകൊണ്ട്, എൻ്റെ ദൈവമേ, അരുതാത്ത് സംഭവിച്ചു പോയല്ലോ, എനിക്ക് ക്ഷമിച്ചു തരണമേ, നാഥ ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ ചെന്ന് അഭയം യാചിച്ച് നിങ്ങൾക്ക് പാപക്ഷമ പ്രാപിച്ചുവോ? പാപമോചനം നിങ്ങൾ പ്രാപിച്ചുവോ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പാപം ക്ഷമിച്ച് കിട്ടുന്നതാണ് ഭാഗ്യം. പാപം വന്നുപോയി എന്നാൽ കർത്താവേ നീ എനിക്ക് ക്ഷമിച്ചു തന്നു. കർത്താവേ, ചെളിയിൽ ചവിട്ടാതിരിക്കുന്നതായിരുന്നു നല്ലത്, പക്ഷേ ചവിട്ടിപ്പോയല്ലോ, ഇനി കഴുകല്ലാതെ വേറെ എന്തു ചെയ്യും? ചെളിയിൽ ചവിട്ടാതിരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്, ചവിട്ടുകയില്ല എന്നായിരുന്നു എൻ്റെ തീരുമാനം. ചെളിയിൽ ചവിട്ടാതെ കുറക്കാലം നടന്നതാണ്, പക്ഷേ ചെളിയിൽ ചവിട്ടിപ്പോയല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ചെളിയിൽ ചവിട്ടാതിരിക്കുന്നത് നല്ലത്, എന്നാൽ ചെളിയിൽ ചവിട്ടിപ്പോയല്ലോ, കഴുകിത്തരണമേ. ദൈവത്തിന് സ്തോത്രം. പാപച്ചേറിൽ ചവിട്ടിയവരാരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? പാപം ചെയ്തവരാരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? പാപം ഒളിച്ചു വെച്ചവരാരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? ആരും അറിഞ്ഞില്ല, ആരും കണ്ടില്ല എന്ന് നീ ധൈര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? സ്നേഹിത, ഇന്ന് നിന്നോട് പറയട്ടെ, നിൻ്റെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവം കണ്ടു എന്ന് മാത്രമല്ല, ദൈവം എഴുതി വച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എല്ലാം വായിച്ച് കേൾക്കുന്നൊരു ദിവസമുണ്ട്, അതാണ് ന്യായവിസ്താര ദിവസം. എല്ലാം വായിച്ച് കേൾപ്പിക്കും. ആബാലവൃദ്ധം സകലമാന്യ മനുഷ്യരും കേൾക്കെ എല്ലാം വായിച്ച് കേൾപ്പിക്കും. എല്ലാം എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാപം കഴുകി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ പുസ്തകത്തിൽ എഴുതപ്പെട്ട പാപങ്ങളെല്ലാം മാഞ്ഞു കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കടച്ചീട്ട് കീറി തരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കടത്തിൻ്റെ ചീട്ട് എല്ലാം കീറി തരുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കടച്ചീട്ട് കീറിത്തരിക, അകൃത്യങ്ങളുടെ ലിസ്റ്റ് കീറിക്കളയുക. ദൈവത്തിന് സ്തോത്രം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, അകൃത്യത്തിൻ്റെ ഭാരം, അകൃത്യത്തിൻ്റെ എല്ലാ എഴുത്തും മായ്ച്ചു കളയുന്നു, അകൃത്യത്തിൻ്റെ ചീട്ട് കീറിത്തരുന്നു, അകൃത്യത്തിൻ്റെ ലിസ്റ്റ് കീറിക്കളയുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം കീറിത്തരും ദൈവസ്നേഹം. അതാണ് ഗോകുൽത്തായിൽ നടന്നത്. എൻ്റെ സ്നേഹിതരെ, ദൈവത്തിന് സ്തോത്രം. അതായത് നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ 10 പൈസ മുടക്കണ്ട. ദൈവത്തിന് സ്തോത്രം. നിങ്ങളാർക്കും സംഭാവന കൊടുക്കണ്ട. ഒന്ന് ഞാൻ പറയാം, ക്രിസ്ത്യൻ ബൈബിൾ ഫെലോഷിപ്പിൽ നിങ്ങൾ സംഭാവനയും തരണ്ട. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കൃത്യം പറഞ്ഞു തരാം, വ്യക്തമായി പറയാം. നിങ്ങളാരും സഭ മാറണ്ട, നിങ്ങളാരും സമുദായം മാറണ്ട.
എൻ്റെ ദൈവത്തിന് സ്തോത്രം. വ്യക്തമായി പറഞ്ഞു തരാം. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവേ, എണ്ണിയാൽ തീരാത്ത പാവങ്ങൾ വന്നുപോയി. എൻ്റെ കർത്താവേ, നിന്നെ ഞാൻ മറച്ചുപോയി, നിന്നെ ഞാൻ ഒളിച്ചു വെച്ചു. മനുഷ്യരെ വിളിക്കാൻ, പക്ഷേ നിന്നെ വിളിക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലായി. എൻ്റെ പാവങ്ങളും പേറി ഇതാ ഞാൻ പാപഭാര ചുമടുമായി ഇതാ ഞാൻ വരുന്നു. പാപത്തിൻ്റെ ആ വലിയ പാണക്കെട്ടുകളുമായി ഞാനിതാ വരുന്നു. കുരിശിൻ ചുവട്ടിൽ ഞാനിതാ മുട്ടുമടക്കുന്നു. നിൻ്റെ കുരിശിൽ നിന്നൊഴുകിയ ആ തിരക്തം ഇപ്പോൾ ഒരു തുള്ളി എൻ്റെ തലമേൽ വീഴ്ത്തണമേ. കർത്താവേ, ആ തിരക്തം എന്നെ ശുദ്ധീകരിക്കുന്ന പുണ്യാഹ രക്തം, എന്നെ വെടിപ്പാക്കുന്ന പുണ്യാഹ രക്തം, ദ്രവ്യാഗ്രഹിയായി എൻ്റെ ദ്രവ്യാഗ്രഹം മാറ്റുന്ന രക്തം, അസൂയാലുവായി എൻ്റെ അസൂയ മാറ്റുന്ന രക്തം. എൻ്റെ കർത്താവേ, എൻ്റെ കരുണയുള്ള ദൈവമേ, ദുർമോഹിയായ എൻ്റെ ദുർമോഹങ്ങൾ അകറ്റുന്ന ആ ക്രൂശിലെ തിരക്തം. എൻ്റെ കർത്താവേ, സ്വാർത്ഥമതിയായ എൻ്റെ സ്വാർത്ഥകളെല്ലാം മുഴുവനായി മായ്ച്ചു കളയുന്ന ക്രൂശിലെ സ്നേഹത്തിൻ്റെ തിരക്തം. എൻ്റെ കരുണയുള്ള കർത്താവേ, വൈരാഗ്യവും പകയും വിദ്വേഷവും തിന്മയും നിറഞ്ഞ ഹൃദയത്തിലേക്ക് സ്നേഹമിറ്റിറ്റ് വീഴ്ത്തുന്ന ക്രൂശിലെ തിരക്തം. എൻ്റെ ദൈവമേ, അനേകം ദുഷ്ടതയും ക്രൂരതയും നിറഞ്ഞതായ എൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടഭാവങ്ങളെയെല്ലാം മാറ്റിത്തരുന്ന ക്രൂശിലെ തിരക്തം ഇപ്പോൾ നാഥ എൻ്റെ മേലൊരു തുള്ളിച്ചൊരിയണമേ. ആ തിരക്തം ഇപ്പോൾ എന്നെ കഴുകണമേ. ആ തിരക്തം എന്നെ എൻ്റെ നാഥ കഴുകി വെടിപ്പാക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ഇസ്രായേലേ, നിൻ്റെ നടുവിലൊരു ശാപമുണ്ടായിരുന്നല്ലോ നീ പറഞ്ഞത്. എൻ്റെ പാപം മൂലം എൻ്റെ കുടുംബത്തിന് ശാപമുണ്ട്. എൻ്റെ പാപം മൂലം എൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ശാപം വന്നിരിക്കുന്നു. എൻ്റെ പാപം മൂലം എൻ്റെ നാഥ, ഞാൻ മൂലം എൻ്റെ സമൂഹത്തിന് പാപം വന്നിരിക്കുന്നു, ശാപം വന്നിരിക്കുന്നു. നാഥ, എൻ്റെ പാപം ക്ഷമിച്ചു തരണമേ. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുമോ? യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ആ പരിശുദ്ധ രക്തത്തിൽ ഇപ്പോൾ നിങ്ങൾ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ വീഴുവീൻ. യേശുവിൻ്റെ പാദപീഠത്തിൽ വീഴുവീൻ. യേശുവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിപ്പീൻ. ശാപം മാറ്റണമേ കർത്താവേ, പാപം നീക്കണമേ കർത്താവേ. എൻ്റെ പാപം കുരിശിൽ വഹിച്ച രക്ഷക, എൻ്റെ പാപത്തിന് ശിക്ഷ എനിക്ക് പകരമായി ഏറ്റെടുത്ത രക്ഷകനായ മിശിഹാ തമ്പുരാനെ, നിൻ്റെ കുരിശിലെ മരണത്താൽ എന്നെ വിടുവിക്കണമേ, എന്നെ ജീവിപ്പിക്കണമേ. എൻ്റെ പാപം മൂലം എൻ്റെ നാഥ, എൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്നു. പാപത്തിന് ശമ്പളം മരണമത്രേ. പാപം മൂലം മരിച്ച എൻ്റെ ആത്മാവിന് ജീവൻ തരാൻ കുരിശിൽ ജീവൻ വെടിഞ്ഞ രക്ഷകനായ മിശിഹാ തമ്പുരാനെ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ ഇപ്പോൾ കഴുകണമേ, എന്നെ വെടിപ്പാക്കണമേ, എനിക്ക് ജീവൻ തരണമേ. ആത്മാവിൽ മരിച്ചുപോയി എനിക്ക് ജീവൻ പകരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. അനേകർ പാപത്തിൻ്റെ ശമ്പളമായ മരണം മരിച്ചിരിക്കുന്നു. അനേകരുടെ ആത്മാവ് മരിച്ചിരിക്കുന്നു. പാപം മൂലം ആത്മാവ് മരിച്ചിരിക്കുന്നു. ഈ സ്ഥിതിയിൽ സ്നേഹിത, നീ കടന്നുപോയാൽ ദൈവരാജ്യത്ത് എത്തുകയില്ലെന്ന് മാത്രമല്ല, നരകത്തിൻ്റെ ഭീകരതയിലേക്ക് നീ നീങ്ങുകയാണ്. നീ മനസ്സിലാക്കിക്കൊള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിലാണ് നീ കടന്നു പോകുന്നതെങ്കിൽ നരകത്തിൻ്റെ ഭയാനകമായ നിത്യദണ്ഡനത്തിലേക്ക് പോകുകയാണ്. നിങ്ങളെ ഭയപ്പെടുത്താൻ പറഞ്ഞതല്ല, സത്യം പറയുകയാണ് പ്രിയപ്പെട്ടവരെ. ഒരു നിത്യതയുണ്ട്. നരകത്തിൻ്റെ ഭീകരത, നിത്യദണ്ഡനം, ഇറ്റേണൽ ടോർച്ചർ, നിത്യദണ്ഡനം. അതിലേക്ക് നാം ആരും പോകരുത്, നാം ആരും നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾക്ക് വേണമോ യേശുവിനെ? ദൈവത്തിന് സ്തോത്രം. ബാക്കി ഭാഗം പിന്നെ ഒരു ദിവസം പറയാം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ശാപം മാറ്റുക, പാവം മാറ്റുക. പാവം മാറ്റാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല, നമ്മളാരെ കൊണ്ട് സാധ്യമല്ല. ആ കാര്യം നമുക്ക് അസാധ്യമായി സാധിപ്പിച്ചു തരാൻ യേശു കുരിശിൽ മരിച്ചു. അതാണ് കുരിശിലെ മരണം. എൻ്റെ ദൈവമേ, എനിക്ക് അസാധ്യമായി സാധിപ്പിച്ചു തരാൻ കുരിശിൽ മരിച്ച യേശുവിൻ്റെ തിരുവിലാവിലേക്ക് ഞാനിതാ നോക്കുന്നു. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഉടയവനെ, ഇപ്പോൾ ഞാൻ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഇപ്പോൾ ഞാൻ കുരിശിലേക്ക് നോക്കുന്നു. ഗോകുൽത്തായിലെ വരെ കുരിശിലേക്ക് ഞാൻ നോക്കുന്നു. കുരിശിൽ കൂടിയോടും തിരുരക്തത്തിലേക്ക് ഞാൻ നോക്കുന്നു. ആ തിരുരക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. എന്നെ എൻ്റെ പാപം പോക്കി ശുദ്ധീകരിച്ച് നിൻ്റെ മകനാക്കി തീർക്കണമേ, നിൻ്റെ മകളാക്കി തീർക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ പേരിലുള്ള പാപത്തിൻ്റെ കടച്ചീട്ട് കീറിക്കളഞ്ഞ്, കർത്താവേ, എൻ്റെ പേരിലുള്ള പാപങ്ങളുടെ ലിസ്റ്റെല്ലാം കീറിക്കളഞ്ഞ്, യേശുവേ, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ. നിത്യതീര തുറമുഖത്തേക്ക് അടുക്കുവാൻ, നിത്യശോഭന തീരത്തേക്ക് അടുക്കുവാൻ, നിത്യസ്വർഗ സൗഭാഗ്യത്തിലേക്ക് അടുക്കുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, ജീവിതം സമർപ്പിക്കൂ ഉടയവൻ്റെ കരങ്ങളിലേക്ക്. ദേഹവും ദേഹിയും ആത്മാവും സമ്പൂർണ്ണമായി സമർപ്പിക്കൂ. കർത്താവ് പ്രവർത്തിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ തഴുകട്ടെ. യേശുവിൻ്റെ ആണിപ്പാടുള്ള കാര്യം നിങ്ങളുടെ തലമേൽ വെക്കട്ടെ. യേശുവിൻ്റെ തൃക്കം നിങ്ങളുടെ തലമേൽ വയ്ക്കുമ്പോൾ പാപം മാറും, ശാപം മാറും, രോഗം മാറും, ബാധകൾ മാറും, കെട്ടുകൾ അഴിയും. ജീവനുള്ള ക്രിസ്തുവിൻ്റെ അത്ഭുത കൃപ നിങ്ങളിലേക്ക് പകരുമ്പോൾ പാപക്ഷമ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്തുതിക്കാം, ആരാധിക്കാം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരം ഇടപെടാതെ കരയറ്റുവാൻ നിങ്ങൾക്ക് യോഗ്യരായി തീരാം. ആ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നിങ്ങൾക്ക് ഒരുങ്ങാം. യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ,
ഈ മഹത്വപൂർണ്ണമായ സമയത്തിനായി സ്തോത്രം. നിൻ്റെ ഈ മക്കളെ തൊട്ടതിനായി സ്തോത്രം. വചനം കേട്ട് എല്ലാവരെയും തഴുകിയതിനായി സ്തോത്രം. എല്ലാവരുടെ മേലും തർക്കരം വെച്ചതിനായി സ്തോത്രം. എല്ലാ മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് ഞങ്ങൾ അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.